ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ആത്മീയ വളർച്ചയെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ നമുക്ക് ഉതകുന്ന 2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ അടുക്ക് വായിക്കുകയാണ്. ഒന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, ജഡീകരോട് എന്ന പോലെയും മിശിഹായിൽ ശിശുക്കളോട് എന്ന പോലെയും അല്ലാതെ ആത്മീകരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിപ്പാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമല്ല, പാൽ അത്രേ നൽകിയത്. എന്തെന്നാൽ കഴിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും പ്രാപ്തരായിട്ടില്ല. എന്തെന്നാൽ ഇപ്പോഴും നിങ്ങൾ ജഡീകരല്ലോ. നിങ്ങളിൽ അസൂയയും തർക്കവും ഭിന്നതകളും ഉള്ളിടത്തോളം കാലം നിങ്ങൾ ജഡീകന്മാർ തന്നെയല്ലയോ? ജഡപ്രകാരമല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നതും? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട വിഷയം, അതായത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഭാഗമാണ് ഇത്. നമ്മൾ ജഡൻ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ദേഹിയെ സ്വർഗത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കില്ല. പകരം ആത്മാവ് പറയുന്നത് പോലെ ജീവിക്കണം. ഞാൻ ഇതിനകത്ത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ആ സമയത്ത് പൗലോസ് ഈ ലേഖനം എഴുതിയ സമയത്ത് കൊരിന്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ നല്ല വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതായത് റോമ സാമ്രാജ്യത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ യഹൂദന്മാർ, ഗ്രീക്കുകാർ, യവനന്മാർ, അതുപോലെ തന്നെ കച്ചവടക്കാർ. ഇവരെല്ലാം നല്ല സമ്പത്തുള്ളവരും, അതായത് ബൗദ്ധികമായിട്ട് നല്ല നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാരുമായിരുന്നു. ആ ആൾക്കാരെല്ലാവരും ജഡീകരായിരുന്നു. ജഡം പറയുന്നതനുസരിച്ച് സുഖത്തിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സഭ സ്ഥാപിക്കുകയും ആ സഭാജനങ്ങളോട് പറയുകയാണ്, ഞാൻ പാൽ രൂപത്തിലാണ് സുവിശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് പറഞ്ഞു തരികയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാൻ. ഞാൻ ഇംഗ്ലീഷിൽ ആ ഭാഗം വായിക്കുന്നത് 1 Corinthians chapter 3 verse 2 ആണ്. I fed you with milk, not solid food, for you were not ready for solid food. Even now you are still not ready. അപ്പോൾ കുറച്ച് നാൾ സുവിശേഷം പറഞ്ഞു, എന്നിട്ടും പാല് അല്ലെങ്കിൽ ലിക്വിഡ് ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പറഞ്ഞ ഒരു ഭാഗമുണ്ട്, അതുകൂടെ നമുക്ക് വായിക്കാം. അതായത് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിനകത്ത് പാരബിൾ ഓഫ് ദ സോവർ പറയുന്നുണ്ട്. ആ പാരബിൾ പറഞ്ഞതിന് ശേഷം തിരിച്ച് ജനങ്ങളെല്ലാം വിടവാങ്ങി. അതിനുശേഷം യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഒറ്റയ്ക്ക് തിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കും, കർത്താവ്, എന്തിനാണ് ഈ പാരബിൾസിൻ്റെ രൂപത്തിൽ ഈ കഥകൾ പറയുന്നത്? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് യേശുക്രിസ്തു പറഞ്ഞ ഭാഗമാണ് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 14. ഞാൻ വായിക്കാം. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 13 and 14 ഞാൻ വായിക്കാം. The reason I speak to them in parables is that seeing they do not perceive, and hearing they do not listen, nor do they understand. With them indeed is fulfilled the prophecy of Isaiah that says, you will indeed listen but never understand. You will indeed look but never perceive. 15-ാം വാക്യം പറയുന്നത്, for this people's heart has grown dull, and their ears are hard of hearing, and they have shut their eyes, so that they might not look with their eyes, and not listen with their ears, and understand with their heart, and turn, and I would heal them. അപ്പം ബേസിക്കലി ഇത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് നമുക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ സാധിക്കില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഹൃദയം കഠിനമായതുകൊണ്ട് ഹൃദയത്തിനുള്ളിലേക്ക് ഒന്നും ആഴ്ന്നിറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ദൈവവചനം വളരെയധികം കേൾക്കുന്നുണ്ട്, വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നുമുണ്ട്. പക്ഷെങ്കിൽ അത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൻ്റെ സിറ്റുവേഷനാണ്, അവസ്ഥയാണ്. അത് കഠിനമാണ് എങ്കിൽ
നമുക്ക് ഒന്നും ഉള്ളിലേക്ക് കയറുകയില്ല. യേശു ക്രിസ്തു പറയുന്നു, ആ വന്ന ജനങ്ങൾ പാരബിൾ ഓഫ് ദ സോവർ കേട്ടു, ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഇതിന് വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഈ ഭാഗത്തിന് ശേഷം, അതായത് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 18 മുതൽ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് ഇത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പം ശിഷ്യന്മാർ ഹൃദയം റെഡിയാക്കി, വിത്ത് വിതയ്ക്കാനായിട്ട് ഹൃദയം പൂർണ്ണമായിട്ടും റെഡിയാക്കി അവരുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു ഈ ഉപമയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കിതെങ്ങനെ, നമ്മളിതെല്ലാം മനസ്സിലാക്കിയിരുന്നിട്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ എല്ലാം ജീവിതം ഒരു സിയോൻ യാത്രയാണ്, ഒരു ആത്മീയ യാത്രയാണ്. ഈ വിശ്വാസ ജീവിതം ഒരു പിൽഗ്രിമേജിനോടാണ് ഉപമിക്കുന്നത് പലയിടത്തും. അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് എക്സലസിൽ കാണാം, ഇസ്രായേൽ ജനങ്ങളുടെ യാത്ര കാണാം. ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതമാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. പക്ഷേ അബ്രഹാം ദൈവത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ ഒരിക്കലും ഒരു പൂർണ്ണ വിശ്വാസിയല്ലായിരുന്നു. ദൈവം എന്തുമാത്രം നമ്മളുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ദൈവം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നില്ല എങ്കിൽ അത് ദൈവത്തിന് വളരെയധികം വിഷമം ഉണ്ടാക്കും. അതേപോലെ നമുക്ക് വലിയൊരു നഷ്ടം ആകും. നിത്യജീവൻ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടും. അപ്പോൾ ദൈവം എന്തുമാത്രം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അബ്രഹാമിനെ ഹാരാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് വിളിച്ചിട്ട് പറയും, നീ ഞാൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിക്കാൻ പറയും. അബ്രഹാം യാത്ര തുടങ്ങും. ആ സമയത്ത് ദൈവം പറഞ്ഞത് കേട്ടു, അനുസരിച്ചു എന്നേ ഉള്ളൂ. ഒരു വിശ്വാസിയല്ലായിരുന്നു. വിശ്വാസികളുടെ പിതാവെന്നൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന സമ്പത്ത് എല്ലാമായിട്ടാണ് ലോത്തുമായിട്ട് പുറപ്പെടുന്നത്, യാത്ര തുടങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം, പോയ വഴിക്ക് ക്ഷാമം അനുഭവപ്പെട്ടു. ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാതെ സ്വന്തം സെൽഫ് കോൺഫിഡൻസ്, സ്വന്തം കാര്യത്തിൽ ശക്തിയിലും ബുദ്ധിയിലും വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നേരെ കനാനിലേക്ക് പോകാൻ പറഞ്ഞ് അദ്ദേഹം റൂട്ട് മാറ്റി ഈജിപ്തിൽ പോയി. ഈജിപ്തിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഇതിനകത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന പറഞ്ഞാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ഈജിപ്തിൽ പോകുന്ന പറഞ്ഞാൽ അബ്രഹാം അല്ല, ആ സമയത്ത് അബ്രഹാം ആയിട്ടില്ല, പേര് അബ്രാം എന്നാണ്. ഭാര്യ സാറായി. ഇവർ രണ്ടുപേരും അവിടെ ചെല്ലും. ഈജിപ്തിൽ ചെല്ലുന്ന പറഞ്ഞാൽ അബ്രാം ഭാര്യയോടൊക്കെ പറയും, അവിടെ വരുന്ന പറഞ്ഞാൽ നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു, നീ സുന്ദരിയാണ്, നിന്നെ വല്ലവരും കാക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്യുവാണെങ്കിൽ ഭർത്താവിനെ അവർ കൊല്ലും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അതുകൊണ്ട് അവിടെ ചെല്ലുന്ന പറഞ്ഞാൽ നമ്മൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഫറവോൻ സാറായി താല്പര്യം വന്ന് സാറായെ ഭാര്യയാക്കി. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഈ കഥകളൊക്കെ നമുക്കറിയാമെങ്കിലും നമുക്കറിയില്ലായിരുന്നു, ഒരിക്കലും വിവാഹം കഴിച്ച് ഭാര്യയാക്കി. അത് ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 19 പറയുന്നുണ്ട്. ഫറവോൻ സാറായെ വിവാഹം കഴിച്ച് സാറായി ഫറവോൻ്റെ കൂടെയായിരുന്നു താമസം. അബ്രഹാം അവിടെ സമ്പത്തൊക്കെ ഉണ്ടാക്കി, ഇഷ്ടം പോലെ കന്നുകാലികളും അടിമകളും ഒക്കെ ആയിട്ട് അബ്രഹാം സുഖമായിട്ട് അവിടെ ജീവിച്ചു പോകുന്നു. പക്ഷെ ദൈവം അബ്രഹാമിനെ കൊണ്ട് ഉദ്ദേശിച്ച് അതല്ലായിരുന്നു. ദൈവം എന്ത് ചെയ്യും? ദൈവം ഫറവോൻ്റെ രാജ്യത്ത് പ്ലേഗുകൾ ഉണ്ടാക്കും. അതുപോലെ പകർച്ചവ്യാധികൾ ഉണ്ടാക്കി അവർ അസ്വസ്ഥത ഉണ്ടാകും. കാരണം കണ്ടുപിടിച്ച് വരുന്ന പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ഭാര്യയാണ് ഫറവോൻ ഭാര്യയാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ ഫറവോൻ വന്ന് അബ്രഹാമിൻ്റെ അടുക്ക് ദേഷ്യപ്പെടും, നീ എന്താ ഇതിങ്ങനെ സത്യം പറയാഞ്ഞ് എന്ന് പറഞ്ഞ് സാറായെ തിരിച്ചേൽപ്പിക്കും. അവരവിടുന്ന് വീണ്ടും യാത്ര തുടരും. അപ്പോൾ അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന അവിശ്വാസത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആ യാത്ര തുടർന്നുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ പിന്നെയും സംഭവിക്കും, ഇത് തന്നെ സംഭവിക്കും. അബ്രഹാമിൻ്റെ ഇടയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, നിനക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് വാഗ്ദാനം കൊടുക്കും. അബ്രഹാം അത് കണ്ണടച്ച് വിശ്വസിക്കും. ആ കണ്ണടച്ചുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ റൈച്ചസ്നെസ്സിലേക്ക് മുതൽക്കൂട്ടായിട്ട് മാറുന്നത്, കണക്കാക്കപ്പെടുന്നത് ഈ ഒരു വിശ്വാസമാണ്.
ഈ ദൈവം പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് പറഞ്ഞിട്ടും അബ്രഹാം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അപ്പം വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ പറയുന്ന ആളിൻ്റെ വിശ്വാസ ജീവിതം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിശ്വാസം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഞാൻ നിനക്ക് മകനെ നൽകും എന്ന് പറയും. അപ്പോൾ അവൻ വിശ്വസിച്ചു. പക്ഷെ പിന്നീട് വീണ്ടും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കും. അതിൻ്റെ ഉദാഹരണം പറയാം. അങ്ങനെ നെഗബ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പോയി താമസിക്കുന്ന ഉടനെ അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവ് വരും. വീണ്ടും പഴയ കഥ തന്നെ ആവർത്തിക്കും. അബ്രഹാം ഭാര്യ ആണെന്ന് പറയത്തില്ല, സഹോദരിയാണെന്ന് പറയും. അങ്ങനെ സഹോദരിയെ അബീമേലെക്ക് വിവാഹം കഴിക്കാനായിട്ട് കൊണ്ടുപോയി ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഭാര്യയാക്കിയില്ല. അതിനു മുന്നേ തന്നെ ദൈവം അബീമേലെക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഇവൾ ഓൾറെഡി മറ്റൊരാളുടെ ഭാര്യയാണ്, നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവിടാൻ പറയും. അങ്ങനെ ദൈവം നേരിട്ട് അബീമേലെക്കിൻ്റെ ഇടയ്ക്കൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് അബീമേലെക്ക് കൊണ്ട് തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ അവിശ്വാസം, ദൈവത്തിലുള്ള അവിശ്വാസം, ദൈവം സംരക്ഷിക്കും, എനിക്കൊന്നും പറ്റില്ല, മറ്റാരെയും പേടിക്കേണ്ട കാര്യമില്ല, ദൈവം എൻ്റെ സഹായകനാണ് എന്നുള്ള ആ ഒരു അവിശ്വാസം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം പറയുന്നു, ഇവൻ്റെ ഇടയ്ക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ മകനെ തരും എന്നുള്ള വാഗ്ദാനമുണ്ട്. പക്ഷെങ്കിൽ ഭാര്യ സാറ സംശയിക്കും, സാറ വന്ന് ഉപദേശിക്കും, ഇനി നമുക്ക് ഇത്രയും പ്രായമായി, ഇനിയിപ്പം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നമുക്ക് ഹാഗാർ എന്ന് പറഞ്ഞ സ്ലേവ്, അവളുമായിട്ട് നീ ശയിക്കുക, അവളിൽ നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ, എന്നിൽ നിന്ന് ഇനി ഉണ്ടാകില്ല എന്നിവൾ പറഞ്ഞു. അബ്രഹാമിൻ്റെ അവിശ്വാസം വീണ്ടും വെളിവാകുന്നത് ഹാഗാറിൽ കൂടെ അബ്രഹാമിനൊരു മകനെ കിട്ടും, ഇസ്മായിൽ. അപ്പം അബ്രഹാമിൻ്റെ ആ അവിശ്വാസ ജീവിതമാണ്, ആ യാത്രയാണ് നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം അവസാനം അബ്രഹാമിൻ്റെ വിശ്വാസം പൂർത്തീകരണം വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മകൻ ജനിക്കും. ഇസഹാക്ക് എന്ന് പറയുന്ന മകൻ സാറായിൽ ജനിക്കുന്ന ഉടനെയാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. ഇനിയും ദൈവം ചെയ്യുന്നത്, ഈ വിശ്വാസം ഇവന് ശരിക്കും വിശ്വാസം ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റാണ്. ആ ടെസ്റ്റായിരുന്നു ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിപ്പിക്കുവാനായിട്ട് കൽപ്പിക്കുന്നത്. അപ്പോൾ അബ്രഹാം ഭാര്യയുടെ പറയാതെ, പണ്ടുള്ള അനുഭവമുണ്ട്, ഭാര്യയാണ് ഇവനെ ഹാഗാറിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഇതായത്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഭാര്യയുടെ പോലും ആലോചിക്കാതെ ഇദ്ദേഹം മോറിയ മലയിൽ പോകുന്നു. കുഞ്ഞിനെ യാഗമായിട്ട് അർപ്പിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നു. വേദപുസ്തകം പിന്നീട് പറയുന്നത്, പുതിയ നിയമത്തിൽ പറയുന്നത്, അബ്രഹാം യാഗം കഴിച്ചു എന്നാണ് പറയുന്നത്. അതായത് കൊന്നില്ല എങ്കിൽ പോലും മനസ്സിൽ ഇസഹാക്കിനെ അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ച് യാഗം കഴിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസം, അപ്പോഴാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായിട്ട് മാറുന്നത്, ഒരു പൂർണ്ണ വിശ്വാസിയായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു യാത്രയുണ്ട്. ഒരിക്കലും നമ്മുടെ യാത്ര പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോവുക. വിശ്വാസം അടിക്കടി ഓരോ ദിവസവും കൂടിക്കൂടി വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറി ദൈവത്തിൽ സബ്മിറ്റ് ചെയ്ത് ദൈവത്തിന് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രാപ്തരാകുന്നു. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഹോംവർക്കാണെന്ന് ഞാൻ പത്രോസ്ലീഹായുടെ വിശ്വാസ ജീവിതത്തെ പറ്റി നിങ്ങൾ നോക്കുക. ഞാൻ ചില പോയിൻറ്റേഴ്സ് പറഞ്ഞു തരാം. പത്രോസ്ലീഹ ആദ്യമായിട്ട് പടകിൽ നിന്ന് യേശു ക്രിസ്തു വിളിക്കും, മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കും, അപ്പോഴേ വലയെറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ കൂടെ വരും. പിന്നീട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് വായിക്കുക, അതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നീ എന്നെ തള്ളിപ്പറയും എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതും നോക്കുക. പിന്നീട് ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ശിഷ്യന്മാരോട് ചോദിക്കും. പിന്നെ പ്രത്യേകിച്ച് പത്രോസ്ലീഹയോട് ചോദിക്കും, ഞാൻ ആരാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? അതിനുശേഷം യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കയ്യാപ്പയുടെ അരമനയിൽ വെച്ച് ഇദ്ദേഹം പല പ്രാവശ്യം കോഴി 3 പ്രാവശ്യം കൂവും. ആ സമയത്തല്ല ഇദ്ദേഹം തള്ളിപ്പറയും, അതും വായിക്കുക. അതിനുശേഷം ക്രൂശിൽ തറയ്ക്കുമ്പോൾ ഇദ്ദേഹം എവിടെ പോയി? ക്രൂശിൽ തറച്ചിട്ട് ഇദ്ദേഹം സ്വന്തം വഴിക്കായിട്ട് മടങ്ങിപ്പോയോ? 3-ാം ദിവസം ഉയർത്തെണ്ണീറ്റ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് വന്ന വിശ്വാസത്തിൽ വന്ന ആ മാറ്റം എന്തുമാത്രമുണ്ട്. അതിനുശേഷം പെന്തിക്കോസ്തിക്ക് ശേഷം പത്രോസ്ലീഹയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അവസാനമായി അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? ഇത്രയും വായിക്കുന്നുണ്ട്
പത്രോസ്ലീഹയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു പ്രോഗ്രഷൻ വേണം. ആ പ്രോഗ്രഷൻ ഇല്ലാതിരിക്കുന്ന ഉടനെയാണ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഇത്രയും നാളത്തെ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്തിയ ചില അവിശ്വാസികളുടെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എനിക്ക് നേരിട്ട് പരിചയം, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ധൂപക്കുറ്റിക്കകത്ത് ധൂപകലശം വീശും പറഞ്ഞാൽ നമുക്കറിയാം അത് പുക, അതിൻ്റെ താഴത്തെ ആ കണ്ടെയ്നർ എന്ന് പറയുന്നത് ലോകമാണെന്നും അതിനകത്ത് കനലുണ്ട്, പരിശുദ്ധാത്മാവ് ജ്വലിപ്പിക്കുന്നു. അതിനുശേഷം അത് കുന്തിരിക്കം മനുഷ്യരാകുന്ന നമ്മൾ അത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് പുക മുകളിലോട്ട് പോകുന്നത് നമുക്കറിയാം. ഒരു ദിവസം ഒരാളുടെ വിശ്വാസികളുടെ വീട്ടിൽ കൂദാശ ചെയ്യാൻ ചെന്നപ്പോൾ ധൂപക്കുറ്റിക്കകത്ത് പുക കുറഞ്ഞു പോയി. അപ്പം കൂദാശയ്ക്ക് ശേഷം പുക കുറഞ്ഞതിനെ പറ്റി ഒരു കംപ്ലൈൻ്റ് അവിടെ വന്നു. അപ്പം നമ്മളുടെ ആ വിശ്വാസത്തിൻ്റെ ആ പ്രോഗ്രഷനാണ് അവിടെ കാണിക്കുന്നത്. പുക എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? പുകയാണോ യഥാർത്ഥത്തിൽ ദൈവത്തിനെ പ്ലീസ് ചെയ്യുന്ന കാര്യം? അതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ ചില പള്ളികളിൽ ചെല്ലുന്നവരുടെ ഈ പുകയുടെ ആധിക്യം കാരണം പലർക്കും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തിനാണ് ഈ പുകയുടെ അളവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിനകത്ത് എന്തെങ്കിലും നമ്മളും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ പ്രോഗ്രഷനാണ് ഓരോരുത്തരുടെയും ബിഹേവിയർ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം നിങ്ങളുടെ ഇടയ്ക്ക് പറയാനായിട്ടുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് വിചിന്തനം ചെയ്യാം. നമ്മളുടെ വിശ്വാസ ജീവിതം എങ്ങനെ പോകുന്നു? അത് അന്ധവിശ്വാസമായിട്ട് കൂടിക്കലർന്നതാണോ, അതോ ദൈവവുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അമിത പ്രാധാന്യത്തിനകത്ത് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള വിശ്വാസ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം കാണുന്ന പറഞ്ഞാൽ നമുക്കിത് എന്താണ് നമ്മൾ അതിനകത്ത് നിന്ന് ടേക്ക് അവേ എടുക്കുന്നത്? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പര്യാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.